എം ഡി ആയിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ 1956 കോട്ടയത്ത് വെച്ച് നടത്തുന്ന സാഹിത്യ പരിഷത്തിൽ പ്രസംഗിക്കാൻ പോയിരുന്നു. അത് വള്ളത്തോളുണ്ടായിരുന്നു, കുട്ടിക്കൃഷ്ണമാരായിരുന്നു അധ്യക്ഷൻ. എനിക്ക് തന്നത് ക്രൈസ്തവ സാഹിത്യമാണ്. അപ്പോൾ അത് പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നല്ല പ്രസംഗം അന്ന് എന്നെ അഭിനന്ദിച്ചു. കെ സരസ്വതമ്മയും ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അന്ന് ആദ്യം പരിചയപ്പെടുന്നത്. മൗനിയാണ്, അദ്ദേഹം വർത്താനൊന്നും പറയില്ല. രണ്ടാമത് ഞാൻ കാണുമ്പോൾ നല്ല മദ്യപാനിയായിരുന്നു. ഞാൻ സംസാരിക്കാൻ പറ്റിയില്ല. തുടർന്നില്ല, അങ്ങനെ തുടർന്നില്ല. ഞാൻ അവിടെ ചെന്നാലും കാണുന്ന NP മുഹമ്മദിനെ കാണും, തിക്കൊടിയൻ, ഇവരെ കാണും. MD കാണാൻ പോകാറില്ല. അദ്ദേഹം വെച്ച് വർത്താനം പറയാറില്ല. വളരെ കുറച്ച് മിതഭാഷിയാണ് അയാൾ. ഈ കുടിക്കുമ്പോൾ മാത്രം ഒരുപാട് വർത്താനം പറയും. വ്യക്തിപരമായ അറ്റാച്ച്മെൻറ്റ് MD കുറവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോടും ഇല്ലായിരുന്നു. അത് പണ്ട് കോവിലൻ പറഞ്ഞല്ലോ, വ്യക്തിക്ക് ഒരാളോട് മാത്രമേ സ്നേഹമുള്ളൂ, അത് അയാളോട് തന്നെയാണെന്ന്. അയാളുടെ ഒരു നോവലിലുണ്ട് ഒരു കഥാപാത്രം, കാലം, സേതു ഓരോ കാമിനിമാരെയും കൈലേസ് പോലെ കളഞ്ഞ് പോവുകയുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളെ സ്നേഹമാണെന്ന് പറയുമ്പോൾ അവൾ പറയും, സേതുവിനെന്ത് സ്നേഹം, സ്നേഹത്തോട് മാത്രമല്ല സ്നേഹമുള്ളൂ. അതാണ് കോവിലൻ പറഞ്ഞത്. ഏതാണ്ട് സ്വഭാവഘടന അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ എങ്ങനെ വിലയിരുത്തുന്നത്? കൃതികൾ കാലത്തെ അതിജീവിക്കുന്ന കൃതികളായിരിക്കും, സംശയമില്ല. മരണം തുടങ്ങിയ ചില കഥകളൊക്കെ വളരെ നല്ല കഥകളാണ്. ഒരുപാട് ധ്വനിയുണ്ട്. ഒരു മോഡേൺ സെൻസിബിലിറ്റി കഥയിലുണ്ടാക്കിയത് MT വാസുദേവനാരാണ്. അതാണ് ശരി. വിമർശിക്കാൻ അങ്ങനെ പ്രതികൂലമായി വിമർശിക്കാൻ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറയുന്ന ഒരു സംഗീതത്തിൽ പല നാദങ്ങൾ ഒരുമിച്ച് അതിന് പോഷകമായി തീരുന്നത് പോലെ പല ഇമേജസ് ചേർത്ത് അയാളത് വളരെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല ഉദാഹരണം മഞ്ഞാണ്. സാഹിത്യരംഗത്തുള്ള ആളുകൾ MTയിൽ നിന്ന് പകർത്തേണ്ടത് എന്താണ്? MTയുടെ ഒരുപാട് അനുകർത്താക്കളുണ്ടല്ലോ. ധാരാളം പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. MTയുടെ ശൈലിയിൽ എഴുതുന്നവർ ധാരാളം പേരുണ്ട്. പുതിയ തലമുറ MTയിൽ നിന്ന് പകർത്തിയെടുക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ തലമുറ പകർത്താതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മുടെ കുറേ കൂടി കരുത്തുള്ള ഒരു കാലഘട്ടമാണ്. കരുത്തും സാഹിത്യത്തോടും സംസ്കാരത്തോടുമൊക്കെ മൂല്യബോധം കുറഞ്ഞ ഒരു തലമുറയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്ക് പറ്റിയ സാഹിത്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാംസ്കാരികമായ ഒരു അപചയത്തിലാണ് ഇന്ന് കഴിയുന്നത്. പ്രസംഗം എന്ന് പറയുന്ന നല്ല പ്രസംഗം ഇല്ല ഇപ്പോൾ. എഴുത്തെന്ന് പറയുന്ന നല്ല പ്രബന്ധമില്ല, ലേഖനം. ഞാനിപ്പോൾ അടുത്ത കാലത്താണ് കുമാരനാശാൻ്റെ ദുരവസ്ഥ, പണ്ടേ കോൺട്രവേഴ്സിയാണത്, മുസ്ലിം കവിത എന്ന ഇതെല്ലാം വേഴ്സിയാണ്. എഴുതിയപ്പോൾ MT എന്നെ വിളിച്ച് പറഞ്ഞു അത് നല്ല വിമർശനമാണെന്ന്, അതുപോലുള്ള ഇനിയും ഉണ്ടാകാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അതൊക്കെ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. കാലത്തെ അതിജീവിക്കുന്ന ശൈലിയാണ് MTയുടെ. അതെ, കാലത്തെ അതിജീവിക്കുന്ന ശൈലിയാണ്.